ഹലോ ഗായ്സ്, ഇന്നൊരു ചമ്മന്തി എന്നിട്ട് തുടങ്ങണം. ഈ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഒരു കൊള്ളി പുഴുങ്ങിയത് നല്ല ചമ്മന്തിയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ കൊള്ളിയൊക്കെ ഇങ്ങനെ പുഴുങ്ങാനായിട്ട് ഈ ഒരു റേഷ്യോയിൽ നന്നാക്കി പുഴുങ്ങിയെടുത്തു. ആ ഐറ്റംസൊക്കെ ആയിട്ട് ഇതേ ചമ്മന്തി മിക്സിയിലും പൊടിച്ചു. അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്നിട്ട് പിള്ളേഴ്സൊക്കെ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ കൊള്ളിയും ചമ്മന്തി കട്ടൻ ചായയൊക്കെ അങ്ങനെ കുടിക്കട്ടെ ഗൈസ്. അതിന് ശേഷം ഞങ്ങൾക്ക് പുറത്ത് പോകണ്ടായിരുന്നു. അമ്മയുടെ ചെയ്യണത്തിൻ്റെ കുളത്തൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തൃശ്ശൂർക്കൊന്നും പോകണ്ട, അത് ചെറിയൊരു ഐറ്റം അല്ലെന്ന് വെച്ചാൽ ഞങ്ങൾ പാവർട്ടിയെ പോയിട്ട് അതൊന്ന് മാറ്റാനുള്ള പരിപാടിയിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോകാട്ടോ. അമ്മലൊന്ന് നേരം വൈകിട്ട് സ്കൂളിൽ നിന്ന് എത്തും. അപ്പോൾ വേഗം അവൻ ചായ കുടിച്ചിട്ട് അവനെ ട്യൂഷനിലാക്കണം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാട്ടെ ഗൈസ്. ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ഞാൻ വന്നാൽ എനിക്ക് എന്തെങ്കിലും പണി തരുമല്ലോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ കോട്ടറമ്പ് അമ്മയുടെ ആ വഴിക്കൂടെയൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമലിൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെത്തിയിട്ട് അവിടെ ട്യൂഷന് അമലിനെ നിർത്തി. അമൽ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ട്യൂഷന് പോണ പോലെ ആയിട്ടാണ്. ഇന്ന് അമ്മയ്ക്ക് കഷായത്തിൻ്റെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അതിനൊക്കെ അവിടെ പറഞ്ഞു വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ പറഞ്ഞ് പൈസ ഒക്കെ കൊടുത്ത് ഞങ്ങളിങ്ങനെ ചിറ്റാട്ടുകര ചന്ത വഴിയെ പോകുന്നു കേട്ടോ. അത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നിന്നൊന്ന് വിങ്ങും ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് പാവർട്ടി VKG ഒക്കെ ആ വഴിയാണ് ഞങ്ങൾ വന്നത് പാവർട്ടിക്ക്. അങ്ങനെ ഇത് മീൻ ചന്തയും ആ വഴി ഞങ്ങൾ ഇതേ പാവർട്ടി എത്തിയിട്ടാണ്. പുതിയ VKGയുടെ തിയേറ്ററിൻ്റെ അടിയിലാണ് ഈ ജ്വല്ലറി ഉള്ളത്, അലവത്തിങ്കൾ. ആ ജ്വല്ലറിയിലേക്കാണ് കേട്ടോ പോണത്. അമ്മ പണ്ടൊക്കെ ഈ ജ്വല്ലറിക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എടുക്കാൻ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആളെ അമ്മയ്ക്ക് പരിചയമുണ്ട്. കുറച്ച് നാളായി വന്നിട്ട്. ഇപ്പോൾ ഒന്ന് പരിചയം പുതുക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാ കേട്ടോ. അപ്പോൾ ആൾക്ക് അമ്മേനെ കണ്ടപ്പോഴേ ഓർമ്മ വന്നു. അമ്മ ഒരു ചിരി കുടുക്കിയ. അപ്പോൾ പിന്നെ അമ്മേനെ കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്നു. അപ്പോൾ രണ്ടുപേരിരുന്ന് കളിയാക്കി ചിരിക്കുക കേട്ടോ. അപ്പോഴേക്ക് ഇതാണ് വാങ്ങിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ചന്ത വഴി തന്നെ തിരിച്ച് വന്ന് ഇതേ കഷായ മരുന്നൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് അവിടെ നാരങ്ങൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ ചെറുഗുരുവായൂർ അമ്പലത്തിൻ്റെ വഴിയൊക്കെ ഞങ്ങളിങ്ങനെ പോകുന്നതേ ഞങ്ങൾ അമ്മ വീട്ടിലിറങ്ങി. അങ്ങനെ ഞങ്ങൾ പറപ്പൂർ വീട്ടിലെത്തി ഗൈസ്. പച്ച അവിടെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് മുട്ടൊക്കെ പുഴുങ്ങിയത് കഴിക്കുകയാണ്. അപ്പോൾ ഒരു മുട്ട ബാലൻസ് ഉണ്ടായിരുന്നു, അത് പ്രേക്ഷേട്ടൻ കഴിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ പ്രേക്ഷേട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട, എന്നാലും ആൾ കൊടുത്തപ്പോൾ കഴിച്ചു. അപ്പോഴേക്കും അമ്മ പൂക്കുലൊക്കെ വരികച്ചിനന്ന് കുറച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ മീൻ ഞങ്ങളുടെ ശ്രീക്കുട്ടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മാമൻ്റെ മോളം. പിന്നെ അവിടെ നിന്ന് പരിപ്പ് മുരിങ്ങയിടലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ വെച്ച് പ്രേക്ഷേട്ടൻ ടേസ്റ്റ് നോക്കാൻ തരിക കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ മീനും വാങ്ങിച്ചുകൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയില വില കുറവിനുണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ അപ്പം തന്നെ കറി വെച്ച് ചോറിനിട്ടൊക്കെ പോകുന്നുണ്ട്. അമൽ ഡയറ്റാന്നും പറഞ്ഞിട്ട് കുക്കുംബറും കാടാമുട്ടിയും പഴമൊക്കെ വെച്ചിട്ട് കഴിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് അതൊക്കെ വെച്ചിട്ട് അരിയട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ അപ്പം പെട്ടെന്നല്ല ചെന്നത്. അപ്പം അമ്മ ഞങ്ങൾക്ക് വേണ്ടി കുക്കറിൽ ചോറൊക്കെ വെച്ചു. ഇതേ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാൽ പുഴമീനൊക്കെ വറക്കുക കേട്ടോ. അപ്പോഴേക്കും അച്ഛന് വെള്ളം ചൂടാക്കുക, ഇതേ അടുപ്പിൽ തീ കിട്ടൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ കത്തിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ ചെന്നിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ സെറ്റായി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല സൂപ്പർ മാമൻ്റെ അവിടെ നിന്ന് കൊടുത്താൽ നല്ല സൂപ്പർ മീനും അയിലക്കൂട്ടാനും അമ്മയുടെ ഒരു പ്രത്യേകതരം പിക്കിളും ഒക്കെ കൂടി കഴിച്ച്. അപ്പോഴേക്കും അച്ഛൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന്. അപ്പോൾ അച്ഛൻ്റെ ചാരുകസേരയിൽ പ്രേക്ഷയായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് മോനെ എനിക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ നല്ല കമൻറ്റാണ് നടക്കുന്നത്. ഇനി ഇവിടെ വന്നാൽ ഞാൻ ഈ കസേരയിൽ ഇരിക്കുള്ളൂ, അച്ഛൻ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് പ്രേക്ഷയുടെ ചാരുകസേര എടുക്കട്ടോ. ഓക്കെ ഗായ്സ്.